നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു PSC എക്സാമിന് 2021 ബാർകോഡിൽ നടന്നിട്ടുള്ള ഒരു LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നോക്കാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ സാധാരണയായി PSC ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും പഠിക്കുക. മാത്രമല്ല എൻ്റെ കാണുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. കേൾക്കുന്നതിനൊപ്പം തന്നെ എല്ലാവരും ഒരു പേപ്പർ എടുത്ത് എഴുതി പഠിച്ചു പോവുക. ഓക്കെ. കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് KR സച്ചിദാനന്ദൻ. മരിച്ചത് 2020 ജൂൺ 18. കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് അടൂർ ഗോപാലകൃഷ്ണൻ. കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ അത് ആരെന്നാണ്? VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അജൽ മിശ്ര. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അജൽ മിശ്ര. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൌ. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരി വേൾഡ് ബുക്ക് ഫെയർ നടന്നത് ന്യൂഡൽഹിയിലാണ്. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി കൃതിക് പാണ്ഡെ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യമാണ് ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 84 ഡിഗ്രി നോർത്ത്, 37 ഡിഗ്രി 8 പോയിന്റ് ആണ് കേട്ടോ. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. അതാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നതാണ് കൊടൈക്കനാൽ. എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടലിൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ലേ സിന്ധു നദിയുടെ തീരത്താണ്. മാൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉടലെടുത്തത്? അറബി. കാൽവേ ശാഖി എന്നറിയപ്പെടുന്നത് ഒരു കാറ്റാണ്. അസമിലെ കസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹാസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം.
ഇന്ത്യയിലെ ആ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. ഒരുപാട് പരീക്ഷയ്ക്കുള്ള ആവർത്തന ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് മൗലിക അവകാശങ്ങൾ. അടുത്ത മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാമത്തെ ഭേദഗതി. അപ്പൊ 24-ാം ഭേദഗതി എന്താന്ന് വെച്ചാൽ മൗലികാവകാശം ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. അടുത്തത് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. കേരളത്തിലെ ഏറ്റവും വടക്കേടത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൈത്തറി. ഇന്ത്യ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉള്ളത് നീണ്ടകരയിലാണ്. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് നല്ലളം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാണ് ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികൾ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരിലാണ് ആദ്യമായി കേരളത്തിലെ കർഷക സമരം അയ്യങ്കാളി സംഘടിപ്പിച്ചത് 1909. 1833 ശുചീന്ദ്ര രഥോത്സവത്തിന് അവർണര് മൊത്തത്തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണര് മൊത്തത്തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷമാണ് 1930. മനുഷ്യരെ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണമാണ് 32. മനുഷ്യരെ രൂപം കൊള്ളുന്ന സ്ഥിരം ദന്തങ്ങളുടെ പല്ലുകളുടെ എണ്ണമാണ് 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിലാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിലാണ്. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ C.
ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതാണ് ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമാണ് DDT. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോണുകൾ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോണുകൾ. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജം ആണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ടെന്ന് ചോദിച്ചാൽ 7 അവസ്ഥകളുണ്ട്. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. 10⁵ ഡൈൻ എന്നറിയുന്ന 1 ന്യൂട്ടൺ ആണ്. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോ. ഈ കുറച്ച് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 400-നും 1100-നും ഇടയ്ക്കുള്ള 6ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. 117. അടുത്ത താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏതാണ്? 12ന്റെ ഗുണിതം ഏതാണ്? ചെയ്തു നോക്കുക. എ ആണ് അതിന്റെ ആൻസർ. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. അത് ആ സംഖ്യകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ബി ഓപ്ഷനിലുള്ളത് സംഖ്യ കിട്ടും. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? അത് ഇതുമായിട്ട് 50-ൽ നിന്ന് ഇതിനെ കുറച്ച് നോക്കിയാൽ 29.991 എന്ന ആൻസർ കിട്ടും. 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് 2/5. ഏറ്റവും വലുത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. 5-മതൊരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. എന്നാൽ 5-ന്റെ വയസ്സ് എത്ര? ആൻസർ ഈസ് ഓപ്ഷൻ എ. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്നീ രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് 46%. ഒരാൾ എയിൽ നിന്ന് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേർന്നു. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലും എത്തുന്നു. ഈ യാത്രയിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ആൻസർ ഓപ്ഷൻ ബി ആണ് 75 കിലോമീറ്റർ. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. എന്നാൽ ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ഓപ്ഷൻ സി 17.5 മിനിറ്റ്. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4 എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. അപ്പൊ അത് തന്നിട്ടുണ്ട്. ചിഹ്നങ്ങളൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ ബി കിട്ടും. ശ്രേണിയിലെ അടുത്ത സംഖ്യ. അപ്പൊ ആ സംഖ്യ നോക്കുക. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിന് എങ്ങനെ എഴുതാം? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഓപ്ഷൻ സി ആണ് ചെയിൻ. ഇക്വലന്റുമായി ബന്ധമില്ലാത്തത്. ഇക്വലന്റ് ഡാഷുമായി ബന്ധമില്ല. പല ക്വസ്റ്റ്യൻ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും എടുക്കുന്ന, അതായത് ആ ഇക്വലന്റ് എന്ന വേർഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ 3 വാക്കുകളും ഇക്വൽ, ലെന്റ് എല്ലാം നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. എന്നാൽ ഇക്വിറ്റി എന്നറിയപ്പെടുന്ന എ എന്ന വാക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഇതുമായി ബന്ധമില്ലാത്തത്. അടുത്ത് ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി എന്ന് പറഞ്ഞ ഹൃദയമാണെങ്കിൽ നെഫ്രോളജി വൃക്കകൾ. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേർത്ത് നിൽക്കുന്ന പദമാണ് അൽനിക്കോ. അടുത്ത് 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സുണ്ട്. എന്നാൽ മകളുടെ ഇന്നത്തെ വയസ്സ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 14. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്ന് 19 എങ്കിൽ അവസാനത്ത് നിന്ന് വിശ്വനാഥന്റെ റാങ്ക് എത്തിയെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് 22. അപ്പൊ ഇതിന്റെ ആൻസർ കീ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കോമൺ പ്രിലിമിനറി സ്റ്റേജ് ഫസ്റ്റ് SSLC ലെവലില് സ്റ്റേജ് ഫസ്റ്റിൽ നടന്നതാണ്. ബാർകോഡ് 029/2021 ആണ്. വേരിയസ് ഡിപ്പാർട്ട്മെന്റില് നടന്നത്. 20/2/2021 നടന്ന ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയാണ്. അതിന്റെ ആൻസർ കീ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് അടയാളപ്പെടുത്തിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ശ്രദ്ധിച്ചു നോക്കുക.
ഓക്കെ, ഇത് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ ഓരോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.